പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന് നമ്മളല്ല ഉത്തരവാദി. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന് നിങ്ങളാണ് ഉത്തരവാദി, ഞങ്ങളല്ല. പിന്നെ ഒരു കാര്യം, ഇയാള് നല്ല രസമുണ്ട്. ഇയാൾ പറയുന്നുണ്ട്, മമ്പുറത്ത് നിന്ന് കൊടി കൊണ്ടുപോകാൻ വരുന്നവർ മുട്ടും വിളിയോടും കൂടി വരണമെന്നത് ഇവിടുത്തെ നിയമമാണ്. ആ നിയമം ലംഘിച്ച് വരുന്നവർക്ക് കൊടി കൊടുക്കുകയില്ല. അത് ഇപ്പോഴത്തെ തീരുമാനമായിരിക്കും, തങ്ങളതിന് ഉത്തരവാദിയല്ല എന്നാണോ നിങ്ങളുടെ വാദം? എന്നാ പിടിച്ചു പോക്കറ്റിലിട്ടോ അടുത്ത വരി. തങ്ങളുടെ കാലത്തും ഈ നിയമം കർശനമായിരുന്നു അത്രേ. തങ്ങളുള്ള കാലത്തും ഇത് തന്നെയാണ് പരിപാടി. ഇങ്ങനെ മമ്പർത്ത് തങ്ങളെ മക്ബർ എന്ന് കൊടിയെടുക്കണമെങ്കിൽ മുട്ടിയിട്ട് വന്നാലേ തരൂന്ന് മൂപ്പർ എന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ മമ്പർത്ത് തങ്ങളെ മക്ബർ മരിച്ചാലല്ലേ ഉണ്ടാവും, അതിന്റെ മുമ്പ് ഇങ്ങനെ മൂപ്പരെ പറയാ എന്റെ മക്ബർ എന്ന് കൊടിയെടുക്കണമെങ്കിൽ മുട്ടിയിട്ട് വന്നാലേ ഞാൻ തരുള്ളൂ എന്ന് അറിയാൻ പറ്റുമോ? വാസ്തവത്തിൽ എന്തെല്ലാം സംഗതികളാണ് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുകയും അതുപോലെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്തത് എന്ന് പറഞ്ഞാൽ തീരൂല. നമ്മുടെ പണ്ഡിതന്മാർ മുമ്പേ നേർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരങ്ങളെ ശക്തിയുക്തം എതിർത്തതിനെ സംബന്ധിച്ച് സമസ്തയുടെ പ്രമേയം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MA ഉസ്താദ് 1950 കാലങ്ങളിൽ എഴുതിയ ലേഖനം ഞാൻ മുമ്പ് കേൾപ്പിച്ചിട്ടുണ്ട്. ഇനി അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല. ഇനി ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുകയാണ്. പണ്ഡിത കേരളം എന്ന പുസ്തകം. ഇത് നമ്മുടെ കോഴിക്കോട് നടന്ന 1997 കോഴിക്കോട് നടന്ന ഉലമാ കോൺഫറൻസിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ചതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, മമ്പർത്ത് തങ്ങൾ മുട്ടണം എന്നായിനോ പറഞ്ഞത്? ദപ്പുമുട്ട് പോലുള്ള ചില മുട്ടുകൾ അവർ അനുവദിച്ചിട്ടുണ്ട്. ആർക്കാണ് തർക്കം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ലേ? നേരെ മറിച്ച് അനുവദിക്കപ്പെടാത്ത മുട്ടുകൾ നിങ്ങൾക്ക് കേട്ടോളൂ. മഹാനായ മമ്പുറം തങ്ങളുടെ പുത്രൻ സയ്യിദ് ഫസൽ തങ്ങളുടെ സുദീർഘമായ ഒരു ഫത്വയിൽ കുഴൽ, ചെണ്ട തുടങ്ങിയവയും മറ്റു വാദ്യമേളങ്ങളും ഇസ്ലാമിക വിരുദ്ധമാണെന്ന് ശാഫഈ മദ്ഹബിലെ പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നുണ്ട്. സയ്യിദ് അലവി തങ്ങൾ അവരുടെ മകൻ മുജദ്ദിദുദ്ദീൻ വലിയുല്ലാഹി അസയ്യിദ് ഫദൽ പൂക്കോയ തങ്ങൾ അവരുടെ ഹദറത്തിലേക്ക് അന്ന് മഹാനവറുകളോട് ചോദിച്ചൊരു ചോദ്യം. സുആൽ: ഈ മലയാളത്തിൽ നടന്നു വരുന്ന മുട്ട് വിളി ഹറാമോ ഹലാലോ ഏത് പ്രകാരമാണെന്ന് ഒരു ജവാബ് തരുവാൻ തങ്ങളോട് അപേക്ഷിക്കുന്നു. ഇതിനാൽ ഈ രാജ്യങ്ങളിൽ വലിയ ഫിത്ന വാക്കിയായി സംഭവിച്ചിരിക്കുന്നു. ഇതിന് തങ്ങൾ ഒരു ജവാബ് തന്നാൽ ഈ ഫിത്ന അടങ്ങാനും മതി. അൽ ജവാബ്. അന്ന് തങ്ങൾ കൊടുത്ത മറുപടി: മലയാളത്തിൽ നടന്നു വരുന്ന കൊയലും ചീനയും ഇറാഖിയായ കൊയൽ വിളി ആയതുകൊണ്ട് ഒരു ഖിലാഫും കൂടാതെ ഹറാം തന്നെയാകുന്നു. അത് വിളിക്കുന്നതിൽ കാഫിറായിട്ടുള്ളവരോടും ഫാസിക്കായിട്ടുള്ളവരോടും ഉൾപ്പൊരുത്തം ബ്രാക്കറ്റിൽ യോജിക്കൽ ആകൽ കൂടാതെ നിസ്കാരത്തിനെ തൊട്ടും അല്ലാഹു തആലയെ നിരൂപിച്ച് ദിക്ർ ചെയ്യുന്നതിനെ തൊട്ടും ശുഗ്ല് ആവുകയും ഇച്ഛയായ കാര്യങ്ങളെക്കൊള്ളെ വലിച്ചു കൂട്ടുകയും ഖൽബിലുള്ള പേടി, വഴിപ്പാട്, തഖ്വ എന്ന കാര്യത്തിനെ മുറിച്ചു കളയുമെന്നും രാഗങ്ങളെയും മണിപ്പുകളെയും കൂറ്റുകളെയും ആയതിൽ നിന്ന് പുറപ്പെടുന്നതിനാൽ ഹറാമാക്കിയതാകുന്നു. അതുമൂലം ആ വക കൊയലുകൾ ഉണ്ടാകുന്നതും അതിനെ പെരുമാറുന്നതും ഈ വിളികളെ കേൾക്കുന്നതും ഹറാമാകുന്നു. അന്ന് മമ്പർത്ത് തങ്ങൾ കൊടുത്ത ഫത്വ. എന്നിട്ട് പിന്നെയും അതിനെ തച്ചുടച്ചു കുത്തിക്കീറിക്കളയുക എന്നത് ആവതുള്ളവരുടെ പേരിൽ വാജിബാകുന്നു. പൊളിച്ചു കളഞ്ഞാൽ അതിനുള്ള വിലകളും നഷ്ടങ്ങളും ഉടമക്ക് കൊടുക്കേണ്ടതില്ല. ഹറാമായ ചെണ്ട, കൊയല് മുതലായത് കൊണ്ടാലും വിറ്റാലും വഖഫ് വസയ്യത്ത് മുതലായത് ചെയ്താലും കെട്ടുപെടുന്നതല്ല. തന്നെയുമല്ല ഹറാമായ ചെണ്ട, കൊയല് മുതലായത് ഉണ്ടാക്കും എന്ന് അറിഞ്ഞാൽ ഈ വക ആളുകൾക്ക് അതിനുള്ള മരം, തോല്, ഓട്, ചെമ്പ് മുതലായത് വിൽക്കുന്നത് ഹറാമാകുന്നു. ഹറാമായ കുഴൽവിളി വാദ്യം ഉള്ള മംഗലത്തിന് പോകുന്നതും ഹറാമാകുന്നു. തച്ചുടച്ചു കളയാൻ ആവതുള്ളവർ പോകുന്നതും ചെയ്യുന്നതും വാജിബാകുന്നു. തുഹ്ഫനിഹായ മുഗ്നി മിൻഹാജി മഹല്ലീവകളിലും മറ്റു മല കിതാബുകളിലും ഇത് പറഞ്ഞിരിക്കുന്നു. ഇറാഖിയായ കുഴൽവിളിക്കുള്ള രാഗങ്ങളും കൂറ്റുകളും ഒന്നും ഇല്ലാതെയും ആട്, പയ്യി, ഒട്ടകത്തിനെ മേക്കുന്ന ആള് വിളിക്കുന്നേയും പി ചൂള എന്ന് പറയുന്ന യറായി എന്ന കുഴൽവിളിയും ഹറാമാകുന്നു. ഇതിൽ ഷാഫി മദ്ഹബിലെ ഒരു വജ്ഹ് ഉള്ള പ്രകാരം ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു, റാഫി ഇമാമും മറ്റും ചിലരും പറഞ്ഞത് തപ്പിപ്പോയ ഖത്ത് പിഴവാകുന്നു. ഈ വാക്ക് പിടിച്ച് ചൂളവിളി ഹലാലാകുമെന്ന് പറയുന്നത് ഒരുത്തർക്കും ജായിസല്ല. ഒരു മേക്കാരന്റെ ചൂളവിളി കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ചെകിടും വിരലിട്ട് അടച്ച് ആ വഴിയിൽ നിന്ന് തെറ്റി നടന്നു.
ഒപ്പമുള്ളവർക്ക് ആ വിളി കേൾക്കുന്നില്ലെന്നും പറഞ്ഞപ്പോൾ ചെകിട് തുറന്ന് മുമ്പ് നടന്ന വഴി തന്നെ നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽപ്രകാരം ചെയ്തത് ഉമ്മത്തിമാരെ കുഴൽ വിളി ഏത് വകയായാലും കേൾക്കുന്നത് ഹറാമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ചൂളവിളി മേൽപ്പറഞ്ഞ ഹദീസ് പിടിച്ച് ഹലാല് പറയുന്നവർക്കുള്ള ഹുജ്ജത്തുകളൊക്കെയും ഹറാമാണെന്ന് പറയുന്നവർ സഹിഹായ പല ഹുജ്ജത്തുകളെ കൊണ്ടും റദ്ദ് ചെയ്തിരിക്കുന്നു. കുഴൽ വിളി ശൈത്താന്റെ വിളിയും ദുനിയാവിലും ആഖിറത്തിലും നേനത്താക്കപ്പെട്ട വിളിയുമാകുന്നു. കുഴലും പ്രാർത്ഥനയും പൊളിച്ചു കളയുവാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നുവെന്നും മുട്ടും വിളിയും കേൾക്കാതെയും കാണാതെയും ദുനിയാവിൽ ചെകിടുകളെയും കണ്ണുകളെയും കാത്തു ശ്രദ്ധിച്ചു പോന്നിട്ടുള്ള ആളുകളെ അൻബറാലും കസ്തൂരിയാലുമുള്ള കുന്നിന്മേൽ ഖിയാമത്തു നാളിൽ തിരിച്ചു നിർത്തി അള്ളാഹുവിന്റെ തസ്ബീഹിനെയും തഹ്മീദിനെയും അവരുടെ ചെകിടുകൾക്ക് വലിയ കൊശിയായ രാഗത്തോടും കൂറ്റോടും കൂടി കേൾപ്പിക്കുവാൻ മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കുമെന്നും അവരങ്ങനെ ചെയ്യുമെന്നും ഹദീസിൽ വന്നിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് വളരെ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ വിഷയം അവസാനിപ്പിക്കുന്നത്. ഇത് അദ്ദേഹം എഴുതിയ ഈ ഫത്വ ഊരകം ഓടക്കൽ തറവാട്ടിൽ ഇതിന്റെ ഒറിജിനൽ കോപ്പി സൂക്ഷിപ്പുണ്ട് എന്ന് വരെ നമ്മുടെ പണ്ഡിത സംഘടന, നമ്മുടെ സമസ്തകളുടെ ജമിയത്തുൽ ഉലമ 990 മെയ് 23, 24, 25 തീയതികൾ കോഴിക്കോട്ട് നടത്തിയ ഉലമാ കോൺഫറൻസിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച പണ്ഡിത കേരളം എന്ന ഈ പുസ്തകത്തിൽ ഈ ഫത്വ പ്രസിദ്ധീകരിച്ചതായി കാണാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മുടെ ആലിമീങ്ങൾ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് മനസ്സിലാക്കാതെയോ ഇതിൽ എഴുതിയെന്താണെന്ന് ഗ്രഹിക്കാതെയോ ഏതെങ്കിലും സാധാരണക്കാർ തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്തെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും അവരുടെ വാക്ക് കേട്ട് മനസ്സിലാക്കിയവരും തിരുത്തണം എന്നല്ലാതെ പണ്ഡിതന്മാർക്ക് ഇതിന് ഉത്തരവാദിത്വം ഇല്ല.